തൃശൂരിൽ ആവേശമായി സുരേഷ് ഗോപിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം. രാവിലെ 11 മണിയോടെ അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിയ ആത്മവിശ്വാസമാണെന്നും ഇത്തവണ വിജയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. രാവിലെ ക്ഷേത്ര ദർശനത്തിന് ശേഷം 11 മണിയോടെ അയ്യന്തോൾ അമർ ജവാൻ ജ്യോതിയിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാനെത്തിയത് 100 കണക്കിന് പ്രവർത്തകരാണ്. തുടർന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം പ്രവർത്തകരോടൊപ്പം പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥി കളക്ടറേറ്റിലേക്ക് എത്തിയത്. തുടർന്ന് ജില്ലാ വരണാധികാരിക്ക് മുമ്പാകെ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് തുടങ്ങി BJP സംസ്ഥാന ജില്ലാ നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണെന്നും ഇത്തവണ വിജയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നല്ല ആത്മവിശ്വാസമാണ്. അതിപ്പോൾ ഇന്നുകൊണ്ടല്ല, ഇത്രയും ദിവസമല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷനുണ്ട്, ഒരു പൾസുണ്ട്. അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസമാണ്. അല്ല, അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയുണ്ട്. അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും കുടുംബയോഗങ്ങളാണ്. ഇനിയിപ്പം വാഹന പ്രചരണം തുടങ്ങും, മണ്ഡല സന്ദർശനങ്ങൾ കുറച്ചുകൂടി ഒന്ന് ടൗൺ ഏരിയാസ് എല്ലാം കവർ ചെയ്യുക, അതൊക്കെ ഉണ്ടാവും. സുരേഷ് ഗോപിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് തൃശൂരിലെ മത്സ്യത്തൊഴിലാളികളാണ്. രണ്ടാം ഘട്ട പ്രചാരണവും പുരോഗമിക്കുമ്പോൾ വലിയ ജനസ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത്. എല്ലായിടത്തും ചർച്ചയാക്കുന്നത് വികസനം തന്നെയാണ്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ NDA നേതൃത്വവും പ്രവർത്തകരും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ജനം, തൃശൂർ.